സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് SSCRT പാഠഭാഗമാണ്. 7th സ്റ്റാൻഡേർഡില് സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള 3rd ചാപ്റ്റർ. അദ്ദേഹത്തിന്റെ പേര് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്നാണ്. എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാഠഭാഗമാണ്. തീർച്ചയായിട്ടും പഠിച്ചിരിക്കാൻ ശ്രമിക്കുക. സ്വന്തമായിട്ട് ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ തന്നിരിക്കുന്ന നഗോഡകളുടെ പെരുവിരൽ എന്നൊരു ഹെഡിങ്ങോട് കൂടിയിട്ട് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ഈ സെയിം സെന്റൻസ് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ ആരാണ്? നഗോഡകളാണ്. നഗോഡകൾ എവിടുത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു. അവരുണ്ടാക്കിയിരുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാരെത്തിയിരുന്നു. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഗോഡകളെ ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങി. കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. അടിമകൾക്ക് തുല്യമായ ജീവിതമായിരുന്നു. കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു? സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു അതിനായിട്ട് അവർ കണ്ടെത്തിയ മാർഗം. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നു, നഗോഡകളുടെ കഥ വായിച്ചുള്ളൂ. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗങ്ങളെയും കമ്പനി ഭരണം ബാധിച്ചിരുന്നു. അതിനെതിരെ ശക്തമായിട്ട് രീതിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു വന്നു. ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിന്റെ ചൂഷണത്തിന് ഇരയായത്? ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിന്റെ ചൂഷണത്തിന് ഇരയായത്? കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലാളികൾ, ഗോത്രവർഗക്കാർ. ആരൊക്കെയാണ്? കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലാളികൾ, ഗോത്രവർഗക്കാർ. ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിന്റെ ചൂഷണത്തിന് ഇരയായത്? കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലാളികൾ, ഗോത്രവർഗക്കാർ. ഇനി കർഷകർക്കെതിരെ നടന്നതാണ് ഇവിടെ പറയുന്നത്. ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. ഈ മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായിട്ട് അവർ ചെയ്തത് എന്തൊക്കെയാണ്? പരമാവധി സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തത് കർഷകർക്ക് മേൽ എന്ത് ചെയ്തു? അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. അതുപോലെ വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാൽ എന്ത് ചെയ്യണമായിരുന്നു? നികുതി ഇളവുകൾ അവർ നൽകിയിരുന്നില്ല. നികുതി മുഴുവനായിട്ടും അടയ്ക്കണമായിരുന്നു. നികുതി പിരിച്ചെടുക്കാനായിട്ട് ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി. ഇങ്ങനെ നികുതി പിടിച്ചെടുക്കാനായിട്ട് ഏർപ്പെടുത്തിയ ഇടനിലക്കാരാണ് ആര്? ജമീന്ദാർമാർ എന്ന് അറിയപ്പെട്ടിരുന്നത്. ജമീന്ദാർമാർ നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. നികുതി എന്ത് ചെയ്യണമായിരുന്നു? പണമായിട്ട് തന്നെ നൽകണമായിരുന്നു. പണത്തിനായിട്ട് കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു. ഇങ്ങനെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെട്ടിരുന്നതാണ് സാഹുക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? പണം പലിശയ്ക്ക് കൊടുക്കുന്നവരാണ്. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കണം. ഇപ്പൊ കമ്പനി എന്താണ് ഈ കൃഷിക്കാരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട്, സമ്പത്തിനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തത് എന്തൊക്കെ പരിപാടികളാണ്? കർഷകർക്ക് മേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. ഇപ്പൊ എന്തെങ്കിലും വരൾച്ചയോ വെള്ളപ്പൊക്കമോ ഒക്കെ മൂലം കൃഷി നശിച്ചു പോയാലും എന്ത് ചെയ്യണമായിരുന്നു? നികുതി ഇളവുകൾ അവർ നൽകിയിരുന്നില്ല. മുഴുവനും നികുതി അടയ്ക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ നികുതി പിരിച്ചെടുക്കാനായിട്ട് അവർ ഏർപ്പെടുത്തിയ ഇടനിലക്കാരാണ് ജമീന്ദാർമാർ. നികുതി പണമായിട്ട് തന്നെ അടയ്ക്കണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. ഇനി പണത്തിനായിട്ട് എന്ത് ചെയ്തു? കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു. ഇനി ബംഗാളിലെ മണ്ണ്, പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. ബംഗാളിലെ മണ്ണ്, പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. അപ്പൊ പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് പ്രധാനമായിട്ടും ആവശ്യമായ അസംസ്കൃത വസ്തുക്കളായിരുന്നു. അതുകൊണ്ട് പരുത്തിയുടെയും ചണത്തിന്റെയും കൃഷി വ്യാപിപ്പിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. ഇതിനായിട്ട് കർഷകരെ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. ഇപ്പൊ പരമ്പരാഗതമായിട്ട് ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചണത്തിന്റെയും നീലത്തിന്റെയൊക്കെ തോട്ടങ്ങളായിട്ട് മാറി.
കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ സ്വന്തമായിട്ട് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? പരുത്തിയും ചണവും നീലവും ഒക്കെ കൃഷി ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? തൊഴിലാളികളായിട്ട് മാറുകയാണ് ചെയ്തത്. ഇവിടെ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് നോക്കാം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16 റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ മാസം 16. നോട്ട് ചെയ്ത് വയ്ക്കുക. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ മാസം 16 അന്ന് വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ആദ്യത്തെ യാത്ര ബോംബെയിൽ നിന്നും താനെയിലേക്കായിരുന്നു. 14 കോച്ചുകളുള്ള ഈ തീവണ്ടിയിൽ 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. 14 കോച്ചുകളുള്ള ഈ തീവണ്ടിയിൽ 400 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇത് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചതാണ് പറഞ്ഞത്. ഇനി 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടിയ വർഷം ഏതാണ്? 1861. എവിടെ നിന്ന് എവിടേക്കാണ്? തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക്. ഇത്രയും ക്വസ്റ്റ്യൻസും മസ്റ്റായിട്ട് പഠിക്കണം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16. എവിടെ നിന്ന് എവിടേക്കാണ്? ബോംബെയിൽ നിന്ന് താനെയിലേക്കാണ്. കേരളത്തിൽ റെയിൽവേ 1861 എവിടെ നിന്ന് എവിടേക്കാണ്? തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്കാണ്. അടുത്തതായിട്ട് ഇവിടെ തന്നിരിക്കുന്നു ഗോത്ര ജനതയ്ക്കെതിരെ. നമ്മളിപ്പം കഴിഞ്ഞ പാരഗ്രാഫ് നോക്കിയത് കർഷകർക്കെതിരെ നടന്ന ചൂഷണങ്ങളായിരുന്നു. ഇനി നോക്കുന്നത് എന്താണ്? ഗോത്ര ജനതയ്ക്കെതിരെ നടന്ന ചൂഷണങ്ങളാണ്. കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല. ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. വനസമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായിട്ടും കമ്പനിയുടെ അധീനതയിലായി. പരമ്പരാഗതമായിട്ട് വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്ര ജനതയെ ഇതെന്ത് ചെയ്തു? പ്രതികൂലമായിട്ട് ബാധിച്ചു. അതോടെ ഗോത്ര ജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷി രീതികളും തടസ്സപ്പെടുകയുണ്ടായി. ഗോത്ര ജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ഇവ ചൂഷണം ചെയ്യുന്നതിനായിട്ട് റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് ഗോത്ര ജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. ഗോത്ര ജനതയ്ക്കെതിരെ നടന്ന ചൂഷണങ്ങളാണ് പറഞ്ഞത്. ഇനി നോക്കുന്നത് നെയ്ത്തുകാർക്കെതിരെ നടന്ന ചൂഷണങ്ങളാണ്. കമ്പനി ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി എന്ന് മനസ്സിലാക്കിയല്ലോ. എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല തകർച്ചയെ നേരിട്ടു. അപ്പൊ ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല കമ്പനി ഭരണകാലത്ത് തകർച്ചയിലേക്ക് പോകാനുണ്ടായ കാരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. പഠിച്ചു വെക്കണം, പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അസംസ്കൃത വസ്തുവായ പരുത്തി എന്ത് ചെയ്തു? ബ്രിട്ടനിലേക്ക് അവർ കയറ്റി അയച്ചു. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുകയും ചെയ്തു. അപ്പൊ അവരെന്താണ് ചെയ്തത്? പരുത്തി എന്ത് ചെയ്തു? ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. അതുപോലെ ബ്രിട്ടനില് യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്കാണെങ്കിൽ എന്ത് ചെയ്തു? ഉയർന്ന നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് കൈത്തറി മേഖലയെ തകർച്ചയിലേക്ക് കൊണ്ടുപോയത്. ഈ 3 പോയിന്റ്സും പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇക്കാരണങ്ങളാൽ കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇനി കലാപങ്ങളിലേക്ക്. കമ്പനി ഭരണത്തിന്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഈ ജനവിഭാഗങ്ങൾ കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായി നിന്ന ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു. ഇന്ത്യയിൽ ആദ്യം നടത്തിയ ചെറുത്തുനിൽപ്പുകൾക്ക് എന്തായിരുന്നു? സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. ഇതിന് തെളിവാണ് 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപം. അപ്പൊ സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. സന്യാസി കലാപം നടന്നത് ബംഗാളിൽ. അതുപോലെ
ഫക്കീർ കലാപം. ഫക്കീർ കലാപവും. 19-ാം നൂറ്റാണ്ടിൽ മലബാർ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇവിടെ മാപ്പിള കലാപങ്ങൾ ഉണ്ടായ സെയിം കാലയളവിൽ തന്നെ ബംഗാളിൽ എന്ത് ചെയ്തു? സമാന സ്വഭാവമുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അതേതാണ്? ഫറാസി കലാപങ്ങളാണ്. മാപ്പിള കലാപ സമയകാലത്ത് ബംഗാളിൽ ഉണ്ടായിരുന്ന കലാപങ്ങളാണ് ഫറാസി കലാപങ്ങൾ എന്ന് അറിയപ്പെട്ടത്. ഇനി കർഷകരെ കൂടാതെ ഗോത്രവർഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിലേർപ്പെട്ടു. ഇത്തരത്തിൽ കലാപത്തിലിറങ്ങിയ ഗോത്രവിഭാഗങ്ങൾ. അപ്പൊ കമ്പനിക്കെതിരെ കലാപത്തിലിറങ്ങിയ ഗോത്രവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബീലുകൾ. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബീലുകൾ എവിടത്തെ ഗോത്രവിഭാഗക്കാരായിരുന്നു? മറാത്തയിലെ. കോലികളോ? അഹമ്മദ് നഗറിലെ. കോളുകൾ ഛോട്ടാ നാഗ്പൂരിലെ. സാന്താൾമാർ രാജ്മഹൽ കുന്നില്. കുറിച്യർ വയനാട്ടില്. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്, മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. അപ്പം കമ്പനി ഭരണത്തിനെതിരെ കലാപത്തിലിറങ്ങിയ ഗോത്രവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ. 5 മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ബീലുകൾ എവിടത്തെയാണ്? ബീലുകൾ എന്ന ഗോത്രവർഗ സമുദായം മറാത്തയിലാണ്. കോലികൾ എന്ന ഗോത്രവർഗ സമുദായം അഹമ്മദ് നഗറില്. കോളുകൾ ഛോട്ടാ നാഗ്പൂരില്. സാന്താൾമാർ രാജ്മഹൽ കുന്നുകൾ. കുറിച്യർ വയനാട്ടില്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സാന്താൾ കലാപമാണ്. സാന്താൾ കലാപം പ്രധാനപ്പെട്ടതാണ്. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത്. സാന്താൾ ഗോത്ര ജനത എവിടെയാണ് താമസിച്ചിരുന്നത്? രാജ്മഹൽ കുന്നുകളിൽ. രാജ്മഹൽ കുന്നുകൾ എവിടെയാണ്? ബംഗാൾ പ്രവിശ്യയിൽ. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. അപ്പൊ സാന്താൾ ഗോത്രവർഗ ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. എന്തിനെതിരെയായിട്ടാണ്? കമ്പനിയുടെ ചൂഷണത്തിനെതിരെയായിട്ടാണ്. രാജ്മഹൽ കുന്നുകളിലെ നിണമണിയിച്ച ഈ കലാപത്തിൽ 15,000-ത്തിലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. ഈ സാന്താൾ കലാപത്തിൽ മരണപ്പെട്ടവർ ഏകദേശം 15,000-ത്തിലധികമാണ്. സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധുവും കാനുവുമായിരുന്നു. സിദ്ധുവും കാനുവും. ഇവിടെ ഒരു സാന്താൾ ഗോത്രഗീതം എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. സിദ്ധോ നീ എന്താണിങ്ങനെ രക്തത്തിൽ കുളിച്ചിരിക്കുന്നത്? കാൻഹു നീ എന്താണിങ്ങനെ ഹൂൾ ഹൂൾ എന്നലറുന്നത്? ഈ കച്ചവടക്കാർ കള്ളന്മാർ മണ്ണില്ലാത്തവരാക്കി നമ്മെ. നമ്മുടെ ജനതയ്ക്കായി നമ്മൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. ഇത് സാന്താൾ ഗോത്രഗീതം. അവലംബം പറഞ്ഞിരിക്കുന്നത് രണജിത് ഗുഹ. അതുപോലെ തന്നെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും കലാപത്തിന് ഇറങ്ങിയുണ്ടായി. ഇത്തരം കലാപത്തിന് നേതൃത്വം കൊടുത്തവര് ഔദിലെ രാജ ചെയ്ത് സിംഗ്. അതുപോലെ തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഇത് ചോദിക്കുന്നത് എങ്ങനെയാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എവിടത്തെയായിരുന്നു? തിരുനെൽവേലിയിലെയായിരുന്നു. രാജ ചെയ്ത് സിംഗ് ഔദാണ്. ഔദ് പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വെക്കണം. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലി, രാജ ചെയ്ത് സിംഗ് ഔദ്. അതുപോലെ ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ എവിടെയാണ്? ശിവഗംഗയില്. പഴശ്ശിരാജ മലബാറില്. കിട്ടൂർ ചെന്നമ്മ എവിടെയാണ്? കർണാടകയില്. വേലുത്തമ്പി തിരുവിതാംകൂറില്. പാലിയത്തച്ഛൻ കൊച്ചിയില്. ഇത്രയും പോയിന്റ്സ് മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. രാജ ചെയ്ത് സിംഗ് എവിടെയാണ്? ഔദിലാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് തിരുനെൽവേലിയിലാണ്. മരുതു പാണ്ഡ്യൻ ശിവഗംഗ, പഴശ്ശിരാജ മലബാർ, കിട്ടൂർ ചെന്നമ്മ കർണാടക, വേലുത്തമ്പി തിരുവിതാംകൂർ, പാലിയത്തച്ഛൻ കൊച്ചി.
അടുത്തത് കേരളത്തിലെ കലാപങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കുവാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. ഏത് വനങ്ങൾ കേന്ദ്രീകരിച്ചാണ്? വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ഒളിപ്പോർ നടത്തിയത്. തളിക്കൽ ചന്തു, കൈത്തേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. അപ്പൊ യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവരാണ് തലയ്ക്കൽ ചന്തു, കൈത്തേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവർ. എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പിയായിരുന്നു. ഇപ്പൊ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആരാണ്? വേലുത്തമ്പി ദളവ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ എവിടുത്തെ മന്ത്രിയായിരുന്നു? കൊച്ചിയിലെ മന്ത്രിയായിരുന്നു. നോട്ട് ചെയ്ത് വെക്കുക. പാലിയത്തച്ഛൻ എവിടുത്തെ മന്ത്രിയായിരുന്നു? കൊച്ചിയിലെ. അദ്ദേഹത്തെ സഹായിച്ചു. 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 1809. കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം. ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി. ഇവിടെ തന്നിരിക്കുന്നു പഴശ്ശിയുടെ അവസാന യാത്ര. പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി. രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി. അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാള കാവലോടെ മാനന്തവാടിക്കയച്ചു. മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്താദാർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യ വിധി പ്രകാരം നടത്തണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി. TH ബേബർ, സബ് കളക്ടർ, മലബാറിലെ സബ് കളക്ടർ ആയിരുന്ന TH ബേബർ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 1805 ഡിസംബർ 31 കണ്ണൂര്. അടുത്തത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങൾ നടത്തിയ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അവയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തുകയുണ്ടായി. 1857 കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, അതായത് ശിപ്പായിമാർ, ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത്. 1857 കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ എന്നറിയപ്പെടുന്ന ശിപ്പായിമാർ, അതുപോലെ ദത്താവകാശ നിരോധനത്തിന്റെ ഫലമായിട്ട് അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. ശിപ്പായിമാരുടെ ജീവിതം പരമദയനീയമായിരുന്നു. തുച്ഛമായ വേതനമായിരുന്നു, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ശിപ്പായിമാർ അസംതൃപ്തരായിരുന്നു. ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര, അതായത് വെടിയുണ്ട, സവിശേഷതയുള്ളതായിരുന്നു. അവ നിർമ്മിക്കാൻ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്ന വാർത്ത പ്രചരിച്ചു. കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയതാണെന്ന വാർത്തയും പരന്നു.
അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പൊ ശിപ്പായി ലഹളയ്ക്ക് ശിപ്പായികൾ പ്രകോപിതരാകാനായിട്ടുണ്ടായ മെയിൻ കാരണങ്ങൾ എന്തായിരുന്നു? അവർ ഓൾറെഡി ഇത്രയും കാരണങ്ങളാല് പരമദയനീയമായിട്ടാണ് ജീവിച്ചിരുന്നത്. ഈ അവസരത്തിലാണ് എൻഫീൽഡ്, പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. അപ്പൊ ആ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിര അല്ലെങ്കിൽ വെടിയുണ്ട എന്ന് പറയുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്ന വാർത്ത പ്രചരിപ്പിച്ചു. അതുപോലെ ഈ ശിപ്പായിമാർക്ക് കഴിക്കാനായിട്ട് കൊടുത്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയതാണെന്ന വാർത്തയും പരന്നു. ഇതോടുകൂടി സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായിട്ട് പ്രതിഷേധമുയർത്തിയത് ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായിട്ട് പ്രതിഷേധമുയർത്തിയത് ആരായിരുന്നു? മംഗൾ പാണ്ഡെ. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. അപ്പൊ കലാപം ആരംഭിച്ചത് എവിടെയാണ്? മീററ്റാണ്. പ്രധാന പോയിന്റ്, കലാപം ആരംഭിച്ചത് എവിടെ നിന്നാണ്? മീററ്റാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ. കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു. കലാപത്തിന് ആദ്യമായിട്ട് പ്രതിഷേധമുയർത്തിയത് ആരാണ്? മംഗൾ പാണ്ഡെയാണ്. സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. കലാപത്തിലിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവിടുത്തെ അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. കലാപം ചെയ്തു മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാർ കലാപത്തിൽ പങ്കുചേർന്നു. നമ്മൾ പറഞ്ഞു ദത്തവകാശ നിരോധന നിയമം മൂലം അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാരും ഈ കലാപത്തിൽ പങ്കുചേർന്നിരുന്നു. കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കലാപം വ്യാപിച്ചു. കാൺപൂരിൽ നാനാ സാഹിബും താത്യാ തോപ്പിയും. അപ്പൊ കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? നാനാ സാഹിബ്, താത്യാ തോപ്പി. നോട്ട് ചെയ്ത് വെക്കുക. കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബ്, താത്യാ തോപ്പി. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? റാണി ലക്ഷ്മിബായി. ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ നേതൃത്വം കൊടുത്തത് മൗലവി അഹമ്മദുള്ള. ആരയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? കൻവർ സിംഗ് ആണ്. ആരയിൽ നേതൃത്വം കൊടുത്തത്? കൻവർ സിംഗ്. അപ്പം ഓരോ പ്രദേശത്തും നേതൃത്വം കൊടുത്തവരുടെ പേരുകളും മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തി. ഈ കലാപം കമ്പനി അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തി. എവിടേക്കാണ് നാടുകടത്തിയത്? റങ്കൂണിലേക്ക് നാടുകടത്തി. ഇവിടെ ഒരു ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരു കാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ. ബഹദൂർ ഷാ സഫർ. അപ്പൊ ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തുകയുണ്ടായി. ഇനി ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ കാരണങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഉത്തരേന്ത്യയിൽ മിക്കവാറും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയിലും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. മൂന്നാമത്തെ പോയിന്റ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടുവാനുണ്ടായ മെയിൻ കാരണങ്ങൾ. ഏതൊക്കെയാണ്? ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും ആർക്കായിരുന്നു കൂടുതൽ? കമ്പനിക്കായിരുന്നു. അതുപോലെ ആയുധങ്ങളും.
ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെടുകയുണ്ടായി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. അതുപോലെ സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടുവാനായിട്ട് കാരണമായത്. പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ഇത്. കമ്പനി ഭരണത്തിനെതിരെ ഉള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. കലാപത്തിന്റെ ഏറ്റവും വലിയ ശക്തി മതത്തിനതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ബഹദൂർ ഷായെ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിക്കാൻ ശിപ്പായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യമായിരുന്നു. മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല. ഇനി കലാപം നടന്ന സ്ഥലങ്ങള് നേതൃത്വം നൽകിയവര് ഒരു പട്ടിക ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഝാൻസിയിലെ എവിടെയാണ്? റാണി ലക്ഷ്മിബായി, നമ്മളിവിടെ നേരത്തെ നോക്കിയ പോയിന്റ്സ്. കാൺപൂരിലെ നാനാ സാഹിബ് താത്യ തോപ്പി, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന വിഷയം. അപ്പം 1857 ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യയുടെ ഭരണം എന്ത് ചെയ്തു? നേരിട്ട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നിയന്ത്രണത്തിൽ ആകുകയും ചെയ്തു. ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക, യൂസ്ഫുൾ ആയിരിക്കും. റിവിഷൻ ടൈമിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഓരോ SSCRT ചാപ്റ്റേഴ്സിൻ്റെയും ഇതുപോലെ നോട്ടുകൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക. പരീക്ഷാ സമയത്ത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്